നമ്മുടെ കൃഷിയിടത്തിൽ ഫാം ലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുണ്ടോ കയ്പ്പയ്ക്ക. നമ്മളൊരു അധികമൊന്നുമില്ല, ഒരു 4-5 തൈ കുത്തിയിട്ട് ചെറിയൊരു പന്തൽ കെട്ടിയിട്ടു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കയ്പ്പയ്ക്കയാണ്. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തിട്ടില്ല, നാച്ചുറലി ഉണ്ടായതാണ്. രാസവളം ഇട്ടിട്ടില്ല, ജൈവവളം ഇട്ടില്ല, ഒരു വളം ഇട്ടിട്ടില്ല. വെള്ളം ഇട്ടിട്ടുണ്ട്, കുറച്ച് എന്തോ ചെറുതായിട്ട് എന്തോ ജൈവവളം ഇട്ടിട്ടുണ്ടോ, ചാണകം അങ്ങനെ എന്തൊക്കെ, ചാണകപ്പൊടിയൊക്കെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ, അതല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. വേണ്ട, ഇത് മഞ്ഞൾ കൃഷിയാണ്. അതൊരു ഫാം ഹൗസ് പോലെ, നമ്മൾ ഈ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ചിട്ടേ ഉള്ളൂ, അധികം ടൈമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ചെറിയൊരു വീടുണ്ട് ഇതിനകത്ത്. ഇവിടെ കുറച്ച് ചെടികൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു, അവിടെ നിന്ന് കുറേ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കറക്റ്റായിട്ട് എനിക്കിവിടെ ഫ്ലവേഴ്സുള്ള ചെടികൾ വെക്കണം എന്നാണ് ആഗ്രഹം. ഇതിപ്പോൾ കുറേ പച്ചപ്പാണുള്ളത്, എന്താ പറയുക, ഫ്ലവർ ഇല്ലാത്ത പല വെറൈറ്റി ലീഫുകളുള്ള പലതരം ചെടികളാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ മാറ്റി ഒന്ന് എന്താ പറയുക, നല്ല അടിപൊളി ഫ്ലവർ കളർഫുള്ളായിട്ടുള്ള ചെടികൾ വെക്കണമെന്ന് ആഗ്രഹം. ഇവിടെ കുറച്ച് മുളക് തൈകളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ എൻഡ് വരെ പോകുന്നുണ്ട്. ഇത് അതിർത്തിയാണ് കേട്ടോ, ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ എൽ ഷേപ്പിൽ അറ്റം വരെ പോകുന്നുണ്ട്. ഇത് അവിടെ ആയിട്ടാണ് കിണറുള്ളത്. ഞാനാണെങ്കിൽ ഇറങ്ങി കാണിച്ചു തരാം, നടന്ന് കാണിച്ചു തരാം. ചായ റെഡിയാണെന്ന് പറഞ്ഞാൽ ചായ കുടിച്ചുകൊണ്ട് ഞാൻ നടന്ന് കാണിച്ചു തരാം. കട്ടൻ ചായയാണ് എനിക്കിഷ്ടം. പാലെന്തോ അലർജി ടെസ്റ്റ് എടുത്തപ്പം മിൽക്കും ഇതൊക്കെ അലർജിയാണ് അത്രേ, മുട്ടയും പാലൊക്കെ അലർജിയാണ്. കണ്ടോ, ഇതാ വീടിൻ്റെ ഫ്രണ്ട് വശം. കിടക്കാം. ഇതുണ്ടോ, മഞ്ഞൾ വെച്ചിരിക്കുന്ന നല്ല ഹൈറ്റ് ആയിട്ടുണ്ട് ചെടി. ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇത് കൃഷി എന്താ പറയുക, എന്താ പറയുക, കളിച്ചെടുക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട്. ഇതാണോ, ഇതിങ്ങനെ പോവും. ഇത് കിണർ അവിടെയുള്ളത്. മഞ്ഞൾ ചെടിയിൽ ആരെങ്കിലും പൂ കണ്ടിട്ടുണ്ടോ? പൂവ് ഒത്തിരി ചെടികളിൽ ഏതെങ്കിലും ഒരു ചെടിയിലാണ് പൂവ് വരിക എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത് ഒരേക്കറൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു ചെടിയിലായിരിക്കും പൂ ഉണ്ടാവുക. അതേപോലെ കറക്റ്റാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരേക്കറിലെങ്കിൽ ഒരു 10-80 സെൻറ്റ് ഉണ്ട്. അതിനകത്ത് ഈ കൃഷിയിൽ ഒരു ചെടിയിൽ മാത്രമേ പൂ വന്നിട്ടുള്ളൂ. ഇവിടെ പന്നി, കുരങ്ങ്, മയിൽ ഒക്കെ വരും. ഇതൊരു കാടിനോട് ചേർന്നിട്ടുള്ളൊരു വസ്തുവാണ്. ഇതിൻ്റെ അപ്പുറ ഭാഗം ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഒത്തിരി ദൂരം നടക്കാണ്ട്, അറ്റം വരെ നടക്കാണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത്രയും ദൂരം നടക്കാൻ വയ്യ. ഇതുണ്ടോ, അതിർത്തി വരുന്നത് ആ ഷീറ്റ് കണ്ടോ, ആ ഷീറ്റ് അത് വേറെ പ്രോപ്പർട്ടിയിൽ പെടും, അതുവരെയും ഉണ്ട്. അങ്ങനെയാണിത് വരുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. നമ്മൾ ഈ പ്രോപ്പർട്ടി മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസമായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്റ്റേ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്.
ഇന്നലെ ശനി, ഇന്ന് ഞായറായതുകൊണ്ട് പ്രത്യേകിച്ച് ഞായറാഴ്ച എങ്ങോട്ടും പോകാനൊന്നുമില്ല. ആ ഒരു വൈബിൽ അങ്ങനെ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു ലെവലിൽ വന്നതാണ്. കണ്ടോ, ഇതാണ് ആ വീട്. പാമ്പുണ്ടാവും എന്നുള്ള പേടി കാരണം ഇടയ്ക്ക് താഴെ നോക്കാനൊക്കെ പറയുന്നത്. പാമ്പുണ്ടാവുണ്ടോ? സ്വാഭാവികമായിട്ടും പാമ്പുണ്ടാവും. രണ്ടത് മത്തനാണ്. ഇവിടെയും മത്തൻ വള്ളി പടർന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനൊന്ന് റിനോവേറ്റ് ചെയ്തെടുക്കണം. ഈ വീടിനെ ഒരു ഫാം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റണം. അതാണ് എൻ്റെ ആഗ്രഹം.